ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുകൾ നടത്തുന്ന ഇക്വിറ്റി ഫണ്ട് സ്കീമുകളിൽ നാം സ്വിപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴോ നമ്മുടെ പണം ഉപയോഗിച്ച് ഫണ്ട് മാനേജർ സ്റ്റോക്കുകൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നൽകുന്ന എല്ലാ തുകയും ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി വാങ്ങാതെ ഫണ്ട് മാനേജേഴ്സ് ക്യാഷ് റിസർവ് ആയിട്ട് അവരുടെ കയ്യിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ സൂക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്കറിയാം, നമ്മൾ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫണ്ട് റെഡീം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പിൻവലിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉടൻ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണമെങ്കിൽ ഫണ്ട് മാനേജേഴ്സിൻ്റെ കയ്യിൽ അത്യാവശ്യം ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ ഫണ്ടും ഇക്വിറ്റികളിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു റിഡംഷൻ പ്രഷർ വന്നാൽ അത് നേരിടാൻ ഫണ്ട് മാനേജേഴ്സിന് കഴിയുകയില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ക്യാഷ് റിസർവ് അല്ലെങ്കിൽ ക്യാഷ് ഹോൾഡിംഗ് അവർ സൂക്ഷിക്കുന്നത്. അപ്പം അതുകൂടാതെ തന്നെ ചിലപ്പോൾ ചില സ്റ്റോക്കുകൾ അപ്രതീക്ഷിതമായിട്ട് വലിയ തോതിൽ താഴോട്ടേക്ക് പോയിട്ട് നല്ല ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന അവസരങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളിൽ ആ സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ടും അത്യാവശ്യം കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ പല കമ്പനികൾ അവരുടെ ഓഫർ ഫോർ സെയിൽ അല്ലെങ്കിൽ IPO അൺലോക്കിംഗ് പീരീഡിൽ വലിയ തോതിൽ മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി വർദ്ധിക്കുമ്പോൾ സ്റ്റോക്കുകൾ വാങ്ങാനുള്ള അവസരങ്ങൾ, അത്തരം അവസരങ്ങളിലും വലിയ തോതിൽ ബൈ ചെയ്യണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ക്യാഷ് ഹോൾഡിംഗ് ഫണ്ട് മാനേജേഴ്സിൻ്റെ കയ്യിൽ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ക്യാഷ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററി അതോറിറ്റീസ് ഫണ്ട് മാനേജേഴ്സിന് അനുവാദം നൽകിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു ലിമിറ്റൊന്നുമില്ല. അത് ഫണ്ട് മാനേജേഴ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് അത് കൂടുകയോ കുറയുകയോ ചെയ്യാം. എന്നാൽ നോർമലി നമ്മൾ കാണുന്നത് 1% മുതൽ 5% വരെയുള്ള ഒരു ക്യാഷ് ഹോൾഡിംഗ് ആണ് പൊതുവെ ഈക്വിറ്റി ഫണ്ടുകളിൽ കാണാറുള്ളത്. എന്നാൽ ചില സമയത്ത് അത് 7 to 10% വരെ പോകാറുമുണ്ട്. ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് AMCകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, ഇപ്പോൾ കഴിഞ്ഞ 2024 നവംബറിന് ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ ക്യാഷ് ഹോൾഡിംഗ് ലെവലുകൾ കഴിഞ്ഞ 6 മാസമായിട്ട് വലിയ തോതിൽ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആപ്പിൾ 2025 ഒരു ഡാറ്റ പ്രകാരം ഏകദേശം 2.15 ലക്ഷം കോടിയുടെ ക്യാഷ് ഹോൾഡിംഗ് ആണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇത് ഒരു റെക്കോർഡായിട്ടുള്ള ഒരു ക്യാഷ് ഹോൾഡിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ നവംബർ 2024 5.7% ഉണ്ടായിരുന്ന ഈ ഒരു ക്യാഷ് ഹോൾഡിംഗ് ആണ് ഇപ്പോൾ 7% ആയിട്ട് ഏപ്രിൽ 2025 കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്യാഷ് ധാരാളമായിട്ട് ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ SBI മ്യൂച്വൽ ഫണ്ടാണെന്ന് കാണാം. അവർ 36,000 കോടിയുടെ ഒരു ക്യാഷ് ഹോൾഡിംഗ് ആണ് അവരുടെ കയ്യിലുള്ളത്. അതേപോലെ ICICI പ്രൊഡൻഷ്യലിൻ്റെത് 28,000 കോടി അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ HDFC മ്യൂച്വൽ ഫണ്ട് 25,000 കോടി അവരുടെ കയ്യിൽ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ചില മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ അവരുടെ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ അവരുടെ ക്യാഷ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പരാഗ് പരീഖ് ഫണ്ടാണ് ഏറ്റവും അധികം ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്, 23%. അതുപോലെ മോട്ടിലാൽ ഒസ്വാൾ മ്യൂച്വൽ ഫണ്ട് ഏകദേശം 17% ക്യാഷ് ഹോൾഡിംഗ് ആണ്. അത് അവരുടെ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ ക്വാഡ് മ്യൂച്വൽ ഫണ്ട് 13% കാണുന്നത്. അതേപോലെ തന്നെ മറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള SBI മ്യൂച്വൽ ഫണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ടൊക്കെ ഇതേപോലെ 10%, 7% ഇടയ്ക്കുള്ള ഒരു ക്യാഷ് ഹോൾഡിംഗ് അവരുടെ ഈക്വിറ്റിയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ക്യാഷ് ഹോൾഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അനിശ്ചിതത്വം, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാകാതെയുള്ള, അത് താഴോട്ടേക്കാണോ പോവുക അല്ലെങ്കിൽ മുകളിലോട്ടാണോ പോവുക എന്ന് കഴിഞ്ഞ നവംബർ മുതൽ കഴിഞ്ഞ ഈ മാർച്ച് മാസം വരെ നമുക്ക് അത്തരത്തിലുള്ള ഒരു തീരുമാനമാകാതെ അനിശ്ചിതത്വം തുടരുന്ന ഒരു മാർക്കറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഈ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നിലവിലിപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയുന്നുണ്ട്, അതുപോലെ റൂപ്പി കുറച്ചുകൂടി സ്റ്റേബിൾ ആകുന്നുണ്ട്, അതേപോലെ RBIയുടെ റേറ്റ് കട്ട് വന്നു, ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്, ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുകൂലമായ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഒരു ബൈങ്ങിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഈ ഫണ്ടുകൾ അവർ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ Q4 അതിൻ്റെ മുമ്പത്തെ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവരുടെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത ചില സ്റ്റോക്കുകൾ നമുക്ക് പരിചയപ്പെടാം.
അതിലൊന്ന് നമ്മൾ കാണുന്ന AWL അഗ്രി ബിസിനസ് ലിമിറ്റഡ് ആണ്. ഇത് അദാനി വിൽമർ എന്ന് പറയുന്ന സ്റ്റോക്കായിരുന്നു, അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്തതാണ്. അവിടെ അദാനി അവരുടെ സ്റ്റേക്ക് കുറച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ AWL അഗ്രി ബിസിനസ്. അപ്പോൾ ആ സ്റ്റോക്കിൽ 8.43% ഒരു മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ്പ് തുടങ്ങിയിട്ടുള്ള 5 ഫണ്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേപോലെ മറ്റൊരു സ്റ്റോക്ക് ഈ രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നത് ടീബോ ടെക് ലിമിറ്റഡ് ആണ്. ഇവിടെ 6% ഒരു ഇൻക്രീസാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഉണ്ടായിട്ടുള്ളത്. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലീഡിംഗ് ആയിട്ടുള്ള 5 മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് SBI ഇന്നോവേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള പല ഫണ്ടുകളും നമുക്കവിടെ കാണാൻ കഴിയും. ഇനി മറ്റൊരു സ്റ്റോക്ക് വലിയ തോതിൽ മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് മാക്സ് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. അതിൽ 4.93% വർധനമാണ് കഴിഞ്ഞ 3 മാസങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവിടെ HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് മുതലുള്ള 5 ടോപ്പ് 5 ഹോൾഡിങ്ങിനെ നമുക്കിവിടെ കാണാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് കാണാൻ കഴിയുന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജിയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് 4.7% ഒരു ഹോൾഡിംഗ് ഇൻക്രീസാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ അവിടെ SBI സ്മോൾ ക്യാപ് ഫണ്ട് പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഹോൾഡിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ഹോൾഡിംഗ് വർദ്ധിച്ചിട്ടുള്ളത് സയൻറ്റ് ലിമിറ്റഡ് ആണ്. 4.28% വർധനമാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ടോപ്പ് 5 ഫണ്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്കായുള്ള ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽസിലും 3.52% ഇൻക്രീസാണ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിട്ടുള്ളത്. അതിൽ SBI സ്മോൾ ക്യാപ് ഫണ്ട് മുതലുള്ള 5 ടോപ്പ് ഫണ്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. ഇവിടെയും 3.47% ഇൻക്രീസാണ് കഴിഞ്ഞ 3 മാസങ്ങളിൽ കാണുന്നത്. അവിടെ HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് മുതലുള്ള 5 ഫണ്ടുകൾ ടോപ്പ് ഫണ്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റൊരു സ്റ്റോക്ക് ഇതേപോലെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ള സ്റ്റോക്കാണ് KEI ഇൻഡസ്ട്രീസ്. ഇത് 3.32% വർധനമാണ് കഴിഞ്ഞ 3 മാസം കാണുന്നത്. ഇവിടെ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് മുതലുള്ള 5 ടോപ്പ് ഫണ്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റൊന്ന് സോണ BLW പ്രെസിഷൻ ഫോർജിങ്സ് ഓട്ടോ കമ്പോണൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും 3.28% വർധനവ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് കാണാൻ കഴിയും. SBI ബ്ലൂ ചിപ്പ് ഫണ്ട് മുതലുള്ള 5 ടോപ്പ് ഹോൾഡിംഗ് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിവിടെ ഈ ലിസ്റ്റിൽ കാണാൻ കഴിയും. അതേപോലെ IDFC ഫസ്റ്റ് ബാങ്ക് അവിടെയും മ്യൂച്വൽ ഫണ്ട് അവരുടെ ഹോൾഡിംഗ് 3% വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. ഇതിൽ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് മുതലുള്ള 5 ഫണ്ടുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. ഇവിടെ കഴിഞ്ഞ 3 മാസം 3% ഒരു വർധനവ് കാണാൻ കഴിയും. അവിടെയും 5 ടോപ്പ് ഫണ്ടുകളുടെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റൊന്ന് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് ആണ്. ഇവിടെയും കഴിഞ്ഞ 3 മാസങ്ങളിൽ 3% വർധനവാണ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് മുതലുള്ള ടോപ്പ് 5 ഫണ്ടുകൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഫണ്ട് ഹൗസുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ഇതേ രീതിയിലുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതേപോലെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെയും ഒരു ബൈങ് നമുക്ക് തീർച്ചയായിട്ടും പല സ്റ്റോക്കുകളിലും കാണാൻ കഴിയും. കാരണം ഇപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ വലിയ തോതിലുള്ള ക്യാഷ് ഹോൾഡിംഗ് നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളുടെ ഇത്തരം ഹോൾഡിങ്ങുകൾ ഉണ്ടാകുന്ന ചേഞ്ചുകൾ തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ കൂടുതലായിട്ട് ആ സ്റ്റോക്കുകളെ കുറിച്ചുള്ള റിസർച്ച് നടത്തേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.